പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യമുയർത്തി ഇനിയും വരിക്കാത്ത ഭൂമി. പരിസ്ഥിതി വർത്തമാനങ്ങൾ പരിപാടിയും അറിവിന്റെ വേദിയൊരുക്കി നടന്ന ഇ ഉണ്ണികൃഷ്ണന്റെ മുത്തുപിള്ള പുസ്തക ചർച്ചയും കാസർഗോഡിന് പുതുമയാർന്ന അനുഭവമായി. ഡിവൈഎസ്പിയും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ വി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡിങ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് തനിമ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇനിയും മരിക്കാത്ത ഭൂമി പരിസ്ഥിതി വർത്തമാനങ്ങൾ പരിപാടിയും ഇ ഉണ്ണികൃഷ്ണൻ രചിച്ച മുത്തുപിള്ള എന്ന പരിസ്ഥിതി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡിവൈഎസ്പിയും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണം ഓരോ വ്യക്തിയും സ്വന്തം ഉത്തരവാദിത്വമായി എടുക്കണമെന്ന് ഡോക്ടർ വി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കുട്ടി വായനക്കാരെയും കുട്ടിയെഴുത്തുകാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള വായനകളരി സംഘടിപ്പിച്ചും പരിസ്ഥിതി എഴുത്തുശാലകൾ നടത്തി തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് കേന്ദ്രീകൃതമായുള്ള പരിപാടികൾ നടത്തിയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവബോധന പോസ്റ്ററുകൾ പതിച്ചും അറിവ് ഉടമകളുടെയും കാരണവർ കൂട്ടായ്മയുടെയും പ്രാദേശിക സെമിനാറുകൾ നടത്തി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ ചേർക്കാനായി കൈമാറിയും പരിസ്ഥിതി സംരക്ഷണത്തിൽ ഭാഗവാക്കാവാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അബുത്വായി അധ്യക്ഷത വഹിച്ചു. എം കവിത പുസ്തക പരിചയവും പത്മനാഭൻ ബ്ലാത്തൂർ പുസ്തകാസ്വാദനവും നടത്തി. ഉണ്ണിമാഷ് എഴുത്തനുഭവം പങ്കുവച്ചു. കഥ പറച്ചിലിൽ സംസ്ഥാന തലത്തിലും അന്തർദേശീയ തലത്തിലും സമ്മാനം നേടിയ നാഷണൽ ലെവൽ പബ്ലിക് സ്പീക്കർ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ബിൻ മൊയ്തീനെ തനിമ കലാസാഹിത്യവേദിക്ക് വേണ്ടി ഡോക്ടർ വി ബാലകൃഷ്ണൻ അനുമോദിച്ചു. എം.എ. മുംതാസ് സ്വാഗതവും റഹ്മാൻ മുട്ടത്തൊടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.